എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ വീക്കെൻഡാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു വീക്കെൻഡൊക്കെ? നാളെ മുതൽ നമ്മുടെ പേഴ്സണൽ റീഡിങ് തുടങ്ങാം. ഓക്കെ, നാളെ ഞാൻ നമ്പർ ഇടുന്നുള്ളൂ കേട്ടോ. നാളത്തെ വീഡിയോയിൽ ഞാൻ നമ്പർ ഇടുന്നുള്ളൂ. കാരണം ഓൾറെഡി 2 ദിവസമായിട്ട് തന്നെ റീഡിങ് എടുക്കുന്നോ എന്ന് ചോദിച്ചിട്ട് കുറേയേറെ മെസ്സേജസ് വരുന്നുണ്ട്. ഓവർവെൽമിങ് നമ്പേഴ്സായി പോകും വീണ്ടും. അതുകൊണ്ട് നാളത്തെ വീഡിയോയിൽ ഞാൻ നമ്പർ ഇടുന്നുള്ളൂ വീണ്ടും. ഓക്കെ, പിന്നെ ഒരേ ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് പറയട്ടെ. എൻ്റെ ചാർജ് ഞാൻ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്നവർക്കാണ് ഞാൻ എൻ്റെ ചാർജസ് ഞാൻ പറയുന്നത് 3 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസിന് ഞാൻ റിപ്ലൈ തരും എന്നാണ് ഞാൻ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ 3 ക്വസ്റ്റ്യൻസിന് റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ മേലെ ദയവായി ചോദ്യം ചോദിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനെപ്പറ്റി മാക്സിമം ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് ഞാൻ അതിൽ നിങ്ങൾക്ക് കാർഡ്സ് സഹിതമാണ് പേഴ്സണൽ റീഡിംഗ് എടുത്തവർക്കറിയാം. കാർഡ്സിൻ്റെ പിക്ചർ സഹിതം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ ഇടാറുള്ളത്. അതിന് മേലെ നിങ്ങൾക്ക് അവരോട് സംസാരിച്ച് എന്തെങ്കിലും പ്രോബ്ലം പറ്റിയോ ഉടനെ എനിക്ക് മെസ്സേജ് ഇട്ട് ഇതും കൂടി ഒന്ന് നോക്കാവോ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം ഞാൻ നിങ്ങളുടെ ആ ലൂപ്പിൽ പെട്ട് കിടക്കും. എനിക്ക് അടുത്ത ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരാളുടെ ക്ലിയർ ചെയ്ത് ഞാൻ വിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു കേട്ടോ. ഞാനത് വീണ്ടും പറയണം, എനിക്ക് എക്സോസ്റ്റഡ് ആവുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 3 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രസ്സിങ് ആയിട്ടുള്ള ടോപ്പിക് എന്താണോ അതിനെക്കുറിച്ച് ചോദിക്കാം. നിങ്ങൾ ചോദിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കതിൽ പറയാറുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം കാർഡ്സ് സഹിതം പിക്ചർ എടുത്തിട്ടാണ് ഞാൻ അയച്ചത്. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഈ വീഡിയോസിൽ കാണുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ദയവായി എൻ്റെ വിഷമം കൂടി മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് എന്നെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കരുത്. മേലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് 10-12 ക്വസ്റ്റ്യൻസ് ഞാൻ റിപ്ലൈ ചെയ്യുന്നൊരു സാഹചര്യം വരെയാണ്. എൻ്റെ ഒരു ഇതിന് എനിക്ക് നോ പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വിഷമം കൂടെ കാണുമ്പോൾ ഞാൻ യൂഷ്വലി കഴിയുന്നത് ഞാൻ ക്ഷമയുടെ റിപ്ലൈ പറയാറുണ്ട്. പക്ഷേ ഇനി ഞാൻ പറയുകയാണ്, എൻ്റെ ഹെൽത്ത് എഫക്റ്റഡ് ആവുന്നു അങ്ങനെ ആവുമ്പോൾ. 3 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്, മാക്സിമം 3 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മാക്സിമം ഞാൻ പറയും. അതിൻ്റെ അപ്പുറം എന്നോട് ചോദ്യം ചോദിക്കരുത് ദയവായിട്ട്. അങ്ങനെ താല്പര്യമുള്ളവർ വാട്സാപ്പ് ചെയ്താൽ മതി. ഇനി അത് പൈസ തന്നിട്ട് വീണ്ടും ഒരു മുഷിച്ചിലുണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത് കേട്ടോ. കുറച്ച് സ്ട്രിക്റ്റ് ആയില്ലെങ്കിൽ ഞാൻ കിടപ്പിലാവും. അതുകൊണ്ടാണ്. ഓക്കെ, ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നൊരു ഫൺ റീഡിങ് ആവട്ടെ അല്ലേ? വീക്കെൻഡൊക്കെ അല്ലേ? എന്നും നമ്മൾ സീരിയസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ട സമയത്ത് ഇവരുടെ മനസ്സിൽ കൂടിപ്പോയ കാര്യങ്ങൾ, നിങ്ങളെക്കുറിച്ച് അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു, അവരെന്താണ് ഫീൽ ചെയ്തത് നിങ്ങളെ കണ്ടപ്പോൾ, അതേപോലെ അവരുടെ ചിന്തകൾ എന്തായിരുന്നു, ബേസിക്കലി അവരുടെ മനസ്സിൽ കൂടി എന്തൊക്കെയാണ് കടന്നു പോയത് നിങ്ങളെ കണ്ടപ്പോൾ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു ഫണ്ണായിക്കോട്ടെ അല്ലേ? നമുക്കറിയാൻ ചെയ്യാമല്ലോ അവരുടെ ഫീലിംഗ് എന്തായിരുന്നു എന്നുള്ളത്. ഓക്കെ, തുടങ്ങാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഓക്കെ, കാരണം ഒരു പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുക്കുമ്പോഴേ നമുക്ക് കാര്യങ്ങളുടെ ക്ലാരിറ്റി നല്ലപോലെ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ത് തന്നെ വന്നാലും അത് ഒരു ഓവറായിട്ട് സന്തോഷിക്കുകയോ ഓവറായിട്ട് വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് കാഷ്വലായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിനെ ആദ്യമായി കണ്ട നിമിഷം അവർക്ക് മനസ്സിൽ തോന്നിയ ഫീലിങ്സ് എന്തായിരുന്നു, ചിന്തകൾ എന്തായിരുന്നു, അവരെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു. എൻ്റെ വ്യൂവേഴ്സിനെ ആദ്യമായി കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയ ഫീലിങ്സ്, തോട്ട്സ്, പിന്നെ അവരെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ്
ഉണ്ടായിരുന്നു എന്നൊന്ന് പറഞ്ഞു തരും. ഫസ്റ്റ് കാർഡ് തന്നെ ലവേഴ്സ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒക്കെ ആയിരുന്നോ? കൊള്ളാലോ. 7 ഓഫ് കപ്സ്. ജഡ്ജ്മെൻറ്റ്, അതും എനിക്ക് തോന്നിയിരുന്നു. ജഡ്ജ്മെൻറ്റ് വരും എന്നുള്ളത് എനിക്കറിയായിരുന്നു. കിങ് ഓഫ് സ്വാർഡ്സ്. ഓക്കെ. 2 ഓഫ് കപ്സ്. ഓക്കെ. Knight of Swords, King of Pentacles, 5 of Cups, okay, the Fool, Nine of Cups, okay, 3 of Pentacles, Empress, good, Moon, എന്താ? ഓക്കെ, നോക്കാം. അപ്പോൾ ഇവർക്ക് നിങ്ങളെ ആദ്യമായി കണ്ടപ്പോൾ ചിലർക്ക് അതൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. അതായത് ഇവർക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ നമുക്ക് തോന്നില്ലേ? ഏതോ ജന്മത്തിലൊരു ബന്ധമാണ് എന്നൊക്കെ നമുക്ക് തോന്നില്ലേ? ഇവർ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ, പെട്ടെന്നൊരു ഇഷ്ടം തോന്നുക, അങ്ങനെയൊക്കെ പറ്റാറില്ലേ? അങ്ങനെ. സോ ഇറ്റ് വാസ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഫോർ ദം. നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിമാണ്, സോൾമേറ്റ് ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ അവർക്ക് അതിതീവ്രമായിട്ട് തോന്നി നിങ്ങളെ കണ്ടപ്പോൾ. പെട്ടെന്നൊരു സ്നേഹം തോന്നി. ഓക്കെ. മറ്റു ചിലർക്ക് ചില വർക്ക് റിലേറ്റഡ് ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവുക. അവിടെ നിങ്ങൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് തലയിൽ വെക്കുന്ന ഒരാളാണ്. ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് എന്നൊക്കെ ഇവർക്ക് തോന്നി കേട്ടോ. അതായത് ആദ്യത്തെ ഇംപ്രഷൻ അത്ര സുഖകരമായിരുന്നില്ല എന്ന് ചിലർക്ക് കേട്ടോ. അവർ നോക്കിയപ്പോൾ നിങ്ങൾ ഓടി നടക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ വലിച്ച് തലയിൽ വെക്കുന്നു. എന്തിനാ ഇത്രയും ഡിസ്ട്രാക്ഷൻ? ഒരു കാര്യത്തെ ശ്രദ്ധിച്ചൂടെ, ഓരോ കാര്യമായിട്ട് ചെയ്തൂടെ എന്നൊക്കെ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ കസ്റ്റമർ സർവീസിലാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കാണാൻ വന്നതായിരിക്കും. എക്സാമ്പിൾ പറയുന്നതാണ്. അന്നേരം നിങ്ങൾ പല കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊരു ഇറിറ്റേഷൻ തോന്നുമല്ലോ. ഈ വെയിറ്റ് ചെയ്യുന്നവർക്കൊരു ഇറിറ്റേഷൻ തോന്നില്ലേ? അതുപോലെ അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് നിങ്ങളെ കാണുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ആണ് ഈ പറയുന്നത്. ഓക്കെ. അടുത്തത് ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് ഇവർ ഉറച്ച് വിശ്വസിച്ചു. കണ്ടപ്പോൾ തന്നെ ഇവർക്ക് തോന്നി, അതായത് സ്നേഹം തോന്നിയെന്ന് തന്നെയാണ് ഇവർക്ക് തോന്നും. ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല ഇവർ ഒരുപാട് കാലമായിട്ട് നമുക്കറിയാമെന്നൊക്കെ, അങ്ങനെ ഒരു തോന്നൽ ഇവർക്കുണ്ടായി. അപ്പോൾ അവർ വിശ്വസിക്കുന്നു നിങ്ങളവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന്. കുറച്ച് പേർക്ക് കണ്ടപ്പോൾ ദേഷ്യം തോന്നിയവരുണ്ട് കേട്ടോ. അതേ നോട്ടത്തിൽ ദേഷ്യം തോന്നിയവരും ഉണ്ട്. പിന്നെ തോന്നി നിങ്ങൾ കുറച്ച് ഈഗോ ഒക്കെ ഉള്ളവരാണ് എന്ന് അവർക്ക് തോന്നി. അങ്ങനെയും തോന്നാറില്ലേ? എന്നെപ്പറ്റി തന്നെ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കാണുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ്, പരിചയപ്പെടുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് വരും. ഫസ്റ്റ് എന്നോട് സംസാരിക്കാതെ എന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നും. കാരണം ഭയങ്കര സീരിയസാണ്, ഒട്ടും എന്താ പറയുക, ഇത്തിരി ഈഗോ ഒക്കെ ഉള്ളതാ എന്നൊക്കെ തോന്നുമെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് സംസാരിക്കുമ്പോഴാണ് അയ്യോ അങ്ങനെ അല്ലല്ലോ എന്ന് തോന്നുന്നതെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. സോ മേ ബി അതേപോലെ ഇവർക്ക് ആദ്യമായിട്ട് നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ കുറച്ച് ഈഗോ ഒക്കെ ഉള്ള ഒരാളാണ്, ഭയങ്കര പ്രാക്ടിക്കലാണ്, എന്താ പറയുക, ആലോചിച്ച് ഒക്കെ മാത്രം തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരാളാണ്. അത്ര പെട്ടെന്നൊന്നും ഇവരെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ ഇവർക്ക് തോന്നി. എന്തൊരു അഹങ്കാരമാണെന്ന് വരെയും തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയും തോന്നിയവരുണ്ട്. ഓക്കെ. പിന്നീട് അടുത്ത് ഇടപഴകുമ്പോഴാണ്
അയ്യോ അവരങ്ങനെ അല്ല, ഇവരെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ അവർക്ക് പിന്നീടാണ് മനസ്സിലായത്. 2 ഓഫ് കപ്സ് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ മ്യൂച്വലായിട്ട് ഒരു അട്രാക്ഷൻ അവർക്ക് മാത്രമല്ല നിങ്ങൾക്കും പരസ്പരം തന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നി. ലവേഴ്സിൻ്റെ ഒരു റിപ്പറ്റേഷൻ പോലെ തന്നെയാണത്. നിങ്ങൾക്ക് കണ്ട പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ തോന്നി. പരസ്പരം നിങ്ങൾ നോക്കിക്കാണും, കുറേ നേരം നോക്കിക്കാണും. അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് പരസ്പരം തോന്നി. നിങ്ങളോട് സംസാരിക്കണം അങ്ങനെയൊക്കെ ഇവർക്ക് തോന്നി. നിങ്ങളെ അടുത്ത് കാണണം, സംസാരിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ അവർക്ക് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഓഫ് സോർട്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ കേട്ടോ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് സോർട്സ്, പ്ലീസ് ക്ലാരിഫൈ നൈറ്റ് ഓഫ് സോർട്സ്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്ന് ഇവർക്ക് തോന്നി എന്നാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ കാർഡ് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് സോർട്സ്. 7 ഓഫ് സോർട്സ് ആണ് കിട്ടിയത്. അതായത് ഇമ്പൾസീവ് ആക്ഷൻസ് ആണ്. ഓക്കെ, എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്ത് കുഴപ്പത്തിൽ പോയി ചാടുന്ന ഒരാളാണ് എന്ന് ഇവർക്ക് തോന്നി കേട്ടോ. ഒന്ന് സമാധാനമായിട്ട് ആലോചിച്ച് ചെയ്തൂടെ, എന്തിനാ ഈ എടുത്ത് ചാടി ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചു എന്നാണ് അവർക്ക് അങ്ങനെ തോന്നി. എടുത്ത് ചാടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാണ്, അത് നിങ്ങളെ പ്രശ്നങ്ങളിൽ കൊണ്ട് വീഴ്ത്തും എന്ന് ഇവർക്ക് തോന്നി എന്നും ഇവർ കുറേ പേര് അങ്ങനെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങൾ വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അതേപോലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ്. എസ്പെഷ്യലി ഫൈനാൻസസ് ഒക്കെ ഡീൽ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വളരെ കഴിവുള്ള ഒരാളാണ്. ഒരു പക്ഷേ ഒരു ബാങ്കിലോ അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവുക കേട്ടോ. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ നല്ല പ്രാഗൽഭ്യമുള്ള ഒരാളാണ് എന്നൊക്കെ ഇവർക്ക് തോന്നി. അങ്ങനെയുള്ള പരിചയമായിരിക്കും. ആദ്യമായിട്ട് നിങ്ങൾ കണ്ടത് ഒരു പക്ഷേ പണം കൊടുക്കൽ വാങ്ങലുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കണം. അവിടെ നിങ്ങൾ ജോലി ചെയ്യുന്ന രീതിയൊക്കെ ഇവർക്ക് കുറച്ച് ഇമ്പ്രസീവായിട്ട് തോന്നി എന്ന് തന്നെ പറയേണ്ടി വരും. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ആണല്ലോ, നന്നായി ജോലി ചെയ്യുന്ന ഒരാളാണല്ലോ എന്നൊക്കെ ഇവർക്ക് തോന്നി എന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മാനേജറിയൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ ബാങ്കിലൊക്കെ വെച്ച് പരിചയപ്പെട്ടതായിരിക്കും. അങ്ങനെയും ആവാൻ സാധ്യതയുണ്ട്. ക്ലാരിഫൈ 5 ഓഫ് കപ്സ്. ക്ലാരിഫൈ 5 ഓഫ് കപ്സ്. എന്തോ വിഷമത്തിൽ നിങ്ങൾ ഇരിക്കുകയായിരുന്നു എന്ന് അവർക്ക് തോന്നി. നിങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്ന് അവർക്ക് തോന്നിയതായിട്ട് അങ്ങനെയും ചിലർ പറയുന്നുണ്ട്. കാരണം ഒരു പക്ഷേ നിങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ വിട്ടിട്ട് വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ ഒക്കെ ദൂരെ സ്ഥലം മാറിയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒറ്റപ്പെട്ട ഒരു ഫീലിങ്ങിൽ ഇരിക്കുന്ന പോലെ, അതായത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഫാമിലിയെ വിട്ട് ദൂരെ വരേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഒറ്റപ്പെടൽ നമ്മൾ ഫീൽ ചെയ്യുമല്ലോ, അങ്ങനെ അവർക്ക് തോന്നി. നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോൾ അവർക്ക് തോന്നി നിങ്ങൾക്ക് വല്ലാത്തൊരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് തോന്നി എന്നാണ് ചിലർക്ക് അങ്ങനെ തോന്നിയതായിട്ട് കാണുന്നു. ഫൂള് വെച്ചിട്ട് നിങ്ങൾ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു യാത്രയുടെ ഒക്കെ ഇടയിൽ വെച്ചിട്ടായിരിക്കും പരിചയപ്പെട്ടിട്ടുണ്ടാവുക. ഓക്കെ, അവിടെ നിങ്ങളുടെ അഡ്വഞ്ചർ രീതികൾ അല്ലെങ്കിൽ ഒരു ബൈക്ക് റൈഡ് അങ്ങനെയൊക്കെ പോയപ്പോഴായിരിക്കും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ ഭയമില്ല എന്ന് അതും അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. പുതിയ തുടക്കങ്ങളെന്നും നിങ്ങൾ ഭയപ്പെടാറില്ല. ഇത്തിരി എടുത്തുചാട്ടം ഉണ്ടോ എന്നും അവർക്ക് സംശയം തോന്നി. പക്ഷെ നിങ്ങളുടെ അഡ്വഞ്ചർ ആ ഔട്ട്ലുക്ക് ഉണ്ടല്ലോ, അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യ നോട്ടത്തിൽ തന്നെ. കാരണം അവരും അതേപോലെ ചിന്തിക്കുന്നവരാണ്, അവരും യാത്രകൾ ഇഷ്ടമുള്ളവരാണ്, അവരും നിങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ തോന്നി. അതേപോലെ 9 ഓഫ് കപ്സ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവർക്ക് തോന്നി. കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ അവർക്ക് തോന്നി. അതായത് അവരുടെ ഒരു വിഷ് ഫുൾഫിൽ ആവുന്നത് പോലെ ഒരു ഫീലിംഗ് അവർക്ക് വന്നു നിങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ കേട്ടോ. അതേപോലെ അവർ ചിന്തിച്ചിരുന്നു അങ്ങനെ. പിന്നെ 3 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച്
നിങ്ങൾ ജോലി സംബന്ധമായിട്ടൊക്കെ ആയിട്ടായിരിക്കും തമ്മിൽ കണ്ടിട്ടുണ്ടാവുക. നിങ്ങളുടെ ആ ഒരു ടീം വർക്കിലുള്ള ഒരു കഴിവ്, അതേപോലെ നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, മറ്റുള്ളവരെ ഒന്നിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എല്ലാം ഇവർക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. നിങ്ങൾ ജോലി സംബന്ധമായിട്ട് തന്നെ ആയിരിക്കും ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ജോലിയിലുള്ള കഴിവിനെയാണ് ഇവർ അപ്രിഷ്യേറ്റ് ചെയ്തത്. അടുത്തത് എംപ്രസ് വെച്ചിട്ട് നിങ്ങളെ കണ്ട് തന്നെയാണ്, നിങ്ങളുടെ സൗന്ദര്യമാണ് അവരെ ഏറ്റവും ആകർഷിച്ചത്. പ്രഥമ ദൃഷ്ട്യ അവർ നിങ്ങളുടെ സൗന്ദര്യമാണ് ശ്രദ്ധിച്ചത് കേട്ടോ. കാരണം നിങ്ങൾ എക്സെപ്ഷണലി ബ്യൂട്ടിഫുൾ ആയിരിക്കും, ഭയങ്കര അതിസുന്ദരനായിരിക്കും നിങ്ങളുടെ. അതുപോലെ നിങ്ങൾ പെരുമാറുന്ന രീതി, അതൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒറ്റ നോട്ടത്തിൽ തന്നെ. നിങ്ങൾ നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ഒരാളായിരിക്കണം. പെട്ടെന്ന് കണ്ടപ്പോൾ ഇവർ സൗന്ദര്യത്തിൽ തന്നെയാണ് ഇവർക്ക് ആദ്യമായിട്ട് ഒരു ആകർഷണം തോന്നിയത് നിങ്ങളുടെ. ഓക്കെ, അതേപോലെ മൂൺ വെച്ചിട്ട് ഒന്ന് മൂൺ ക്ലാരിഫൈ ചെയ്തോട്ടെ. ക്ലാരിഫൈ ദ മൂൺ. ഓക്കെ, നിങ്ങൾ ഒരു സിവിയർ ഹാർട്ട് ബ്രേക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ വളരെ സങ്കടപ്പെട്ടിരിക്കുന്നത് പോലെ ആണ് അവർക്ക് തോന്നിയത്. അപ്പോൾ അവർ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചു കാണും. അപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ കൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിരിക്കുന്ന സമയമായിരിക്കണം. അവർ അതിനെപ്പറ്റി ഓർത്ത് ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുകയാണോ, അവർ ഹാർട്ട് ബ്രേക്കിൽ കൂടെ പോയിരിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. അവർ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, സങ്കടത്തിലാണ് എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് ആദ്യമായിട്ട് നിങ്ങളെ കണ്ടപ്പോൾ വന്നത്. Some more cards, Divan. Give me some more cards. Page of Pentacles. 8 of Pentacles. അത് വർക്ക് റിലേറ്റഡ് ആയിട്ട് കണ്ടതാണ്. Knight of Cups. High Priestess, Star, Ace of Cups. ആദ്യമായിട്ട് കണ്ടപ്പോൾ Ace of Cups വെച്ചിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഇവർ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തന്നെയാണ് അവിടെയും നമുക്ക് കാണുന്നത് കേട്ടോ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഇവർ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തായിരിക്കും. തമ്മിൽ കാണുന്നതിന് മുന്നേ ചാറ്റിങ്ങിൽ കൂടെയൊക്കെ നിങ്ങൾ ഓൺലൈൻ വഴി പരിചയപ്പെട്ടതായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ അവർക്കൊരു ഇഷ്ടം തോന്നി. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആ ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്തതായിരിക്കണം. മെസ്സേജസിൽ കൂടെ ബന്ധം തുടങ്ങിയെന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. അതുപോലെ 8 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ജോലി സംബന്ധമായിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവുക. അതായത് ഒരുമിച്ച് ജോലി ചെയ്യുക അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങൾ പഠിക്കാൻ പോയപ്പോൾ ഒരു ട്രെയിനിങ്ങിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ ജോലി ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആ ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത രീതിയെല്ലാം വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, അതായത് നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ പാടുമായിരിക്കും, ഡാൻസ് കളിക്കുമായിരിക്കും, അല്ലെങ്കിൽ വരയ്ക്കുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ നിങ്ങളുടെ കയ്യിൽ ഒരു കഴിവ് ഉണ്ടായിരിക്കും കേട്ടോ. അവിടെ അത് ഇവരെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഇൻസ്റ്റഗ്രാം പേജോ ഫേസ്ബുക്ക് പേജോ യൂട്യൂബോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഇവർ തുടക്കത്തിൽ ഫോളോ ചെയ്ത് കാണും. നിങ്ങൾ ആദ്യമായിട്ട് അവിടെ വെച്ചിട്ടായിരിക്കും ഇവർ കാണുന്നുണ്ടാവുക. അവിടെ വെച്ചിട്ട് നിങ്ങളോട് ഒരു ആത്മബന്ധം ഇവർക്ക് തോന്നി, അങ്ങനെയും ആവാം. ഓക്കെ, അതേപോലെ ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് ഇൻറ്റ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് ഇവർക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നിയത്. അതായത് നിങ്ങൾ എന്താ മനസ്സിൽ വിചാരിക്കുന്നതെന്നൊന്നും ഇവർക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഇത്ര മിസ്റ്റീരിയസ് ആണല്ലോ, പിന്നെ ഭയങ്കര സ്പിരിച്വലൊക്കെ ആയിട്ടുള്ള ഒരാളായിരിക്കണം നിങ്ങൾ. അതുമൊക്കെ ഇവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു. അതായത് ഇത്തിരി നോളജൊക്കെ ഉണ്ടായിരിക്കും, ഇത്തിരി അറിവ് ഒക്കെ കൂടുതലുള്ള ഒരാളായിരിക്കും.
നിങ്ങൾ. ഓക്കെ. നിങ്ങൾ എന്താണ്, ആരാണ് എന്നൊക്കെ ഒരു മിസ്റ്ററി പോലെ അവർക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ. സ്റ്റാർ വെച്ചിട്ട് അവർക്ക് ഒരു എന്താ പറയുക, നിങ്ങൾ ഒരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി, നിങ്ങൾ ആ റൂമിൽ, ഇവരൊരു റൂമിൽ ഇരുന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ ഇരുന്നപ്പോഴായിരിക്കും നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടാവുക. ചിലർ കൂട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യില്ലേ, അതുപോലെ ഇവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് കടന്നു വന്നപ്പോൾ ഇവർക്ക് എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു പ്രകാശം വന്നതുപോലെ, അങ്ങനെ ഒരു പോസിറ്റീവായിട്ടൊരു ചേഞ്ച് അവർക്ക് ആ സ്ഥലത്ത് ഫീൽ ചെയ്തു കേട്ടോ. അത് അങ്ങനെയാണ് ഇവർ, ആദ്യത്തെ ഇമ്പ്രഷനാണ് നമ്മൾ ഈ പറയുന്നത് അല്ലേ. പിന്നീട് കുറേ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് അത് സ്നേഹമായിട്ടോ വേറെ എന്തെങ്കിലും ആയിട്ടോ ഒക്കെ നമുക്ക് മാറുന്നത്. ഏസ് ഓഫ് കപ്സ് വെച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു, അവർക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. നിങ്ങളെ കണ്ട മാത്രയിൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിച്ചതും തോന്നിയതും. അങ്ങനെ. ഓക്കെ. നിങ്ങൾക്ക് എന്താണ് അവരെ പറ്റി തോന്നിയതെന്ന് പറയൂ കേട്ടോ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി, ഞാൻ വായിച്ചോളാം കേട്ടോ. അപ്പോൾ നാളെ മുതൽ പേഴ്സണൽ റീഡിങ് ഓണാണ്. നമ്പർ ഞാൻ നാളത്തെ വീഡിയോയിൽ കൊടുത്തേക്കാം കേട്ടോ. അതുവരെ ഓൾറെഡി എനിക്ക് മെസ്സേജസ് അയക്കുന്നവർ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിലും എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട്. സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ആൻഡ് അവിടെ വെച്ച് നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ വീണ്ടും പറയുകയാണ്, ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 ക്വസ്റ്റ്യനിൽ ഞാൻ നിർത്തും. അതിൽ കൂടുതൽ ഞാൻ എൻ്റർടൈൻ ചെയ്യില്ല. ഇതും കൂടി നോക്കാമോ അതും കൂടെ നോക്കാമോ എന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തരുത്. ഞാനത് വീണ്ടും പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്തേക്കുക കേട്ടോ. അതേപോലെ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക, സന്തോഷമായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.